ഈസ്റ്റർ, ക്രിസ്മസ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ മിക്കവാറും ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പിടിയും വറുത്തരച്ച കോഴിക്കറിയും. ക്രിസ്ത്യൻസിന് പിന്നെ ഒരു പൈതൽ നേർച്ച അങ്ങനെയുള്ള നേർച്ചകളുണ്ട്. പിന്നെ വീടുകളിൽ നേർച്ച നടത്തും. അപ്പോൾ ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പിടി. ഇതില്ലാത്ത ഒരു നേർച്ചയില്ല. അപ്പോൾ ഇപ്പോഴും പിടി ഉണ്ടാക്കുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തവരുണ്ട്. ഇത് ഉടഞ്ഞു പോകുമോ, ഉരുട്ടുമ്പോൾ ശരിയാകുമോ, കറക്റ്റ് പരുവത്തിന് കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉള്ളവർക്കാണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ml ഗ്ലാസ്സിൽ ആദ്യം തന്നെ ഒരു 2-2.5 ഗ്ലാസ് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അളന്നെടുക്കുന്നത്. 2.5 ഗ്ലാസ് തേങ്ങ, ഒരു 8-10 വെളുത്തുള്ളി അല്ലികൾ, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം, 3/4 മുതൽ 1 ടീസ്പൂണോളം ജീരകം, ചെറിയ ജീരകം, അത്രയും ചേർത്ത് ഇതുപോലെ അരയ്ക്കുക. ഒരുപാട് വടിയെ അരയ്ക്കണ്ട, അരച്ചെടുത്തുകൊണ്ട് വരെ. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടിയാണ് വേണ്ടത്. ഞാനിപ്പോൾ മേടിക്കുന്ന പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. പാക്കറ്റിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയില്ലേ, അത് 3 ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ആ പൊടിയിലേക്ക് എല്ലായിടത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിന് തിളപ്പിച്ച വെള്ളം വേണം. നല്ലോണം വെട്ടി തിളയ്ക്കുന്ന വെള്ളം കൊണ്ട് വേണം ഈ പൊടി നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഗ്ലാസ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. നന്നായിട്ട് വെള്ളം തിളച്ചു. ഇനി നമുക്ക് ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. ഒന്നിച്ച് ഒഴിക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചു. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. നല്ല കട്ടിയുള്ള സ്പൂൺ കൊണ്ട് കുഴയ്ക്കുക. പിന്നെ ഞാൻ 1/2 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഇളക്കി യോജിപ്പിച്ച് നോക്കുക. അപ്പോൾ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ കൈ വെച്ച് കുഴയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലാസ്റ്റ് കൈ വെച്ചും കൂടെ കുഴച്ചിട്ട് വേണം നമുക്ക് പിടിക്കായിട്ട് ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ കൈ വെച്ച് കുഴയ്ക്കുമ്പോൾ നമുക്കറിയാം വെള്ളം കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. അപ്പോൾ കുറവായതുകൊണ്ട് ബാക്കിയിരിക്കുന്ന 1/2 ഗ്ലാസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മൊത്തം 2 ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഉരുട്ടുമ്പോൾ ഉരുളയായിട്ട് കിട്ടുന്ന ഒരു പരുവം അത്രയാകുമ്പോൾ നമുക്ക് നിർത്താം, വെള്ളം ഒഴിക്കുന്നത് നിർത്താം. അപ്പം നമുക്ക് ഉരുളയാവുന്ന പരുവമായിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കാം. ശരിക്കും ഉരുള പോലെ വരികയാണെങ്കിൽ അത് മതി. അത്രയും വെള്ളം ആഡ് ചെയ്താൽ മതി. ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഉപ്പൊക്കെ ഈക്വലായിട്ട് വരണ്ടേ. അപ്പോൾ ഇതുപോലെ എല്ലായിടവും നനവെത്തിയെന്ന് ഉറപ്പിക്കണം. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇതുപോലെ കുറച്ച് ക്ഷമയോടെ ഇളക്കി കുഴച്ചെടുക്കുക മാവ്. ലാസ്റ്റ് ഞാനിതുപോലെ മാവപ്പടി ഉരുട്ടിയെടുത്തു. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പം നമ്മൾ 3 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചോളൂ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കി വേണം ഒഴിക്കാൻ. ഇനി കുറേശ്ശെ എടുത്ത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറുപ്പകാലത്തൊക്കെ പിടി ഉരുട്ടുമ്പോൾ ഇതുപോലെ മാവ് കുഴച്ച് വെച്ചാൽ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ചുറ്റിലിരുന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കും. അപ്പോൾ വേഗം തീരും. ഇപ്പോൾ കുടുംബങ്ങളായതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. ഇതുപോലെ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തു. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം. അപ്പം ഞാനിപ്പോൾ ഒരു 10 ഗ്ലാസ് വെള്ളത്തോളം എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് 10 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൊടി എടുത്ത ഗ്ലാസ്സിന് തന്നെ 10 ഗ്ലാസ് വെള്ളം. ഒരു പരന്ന പാത്രത്തിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാൻ. ഈ ഉരുളകളൊക്കെ നിരന്ന് കിടക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം. ഉരുളിയായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ആ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ഉപ്പ് മുങ്ങിട്ട് കിടക്കുന്ന രീതിയിൽ വേണ്ട, വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് മതി. എന്നിട്ട് അതിലേക്ക് തിളച്ച് വരുമ്പോൾ ഈ ഉരുളകൾ ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഇനി സ്പൂൺ വെച്ച് ഇത് ഇളക്കാൻ പാടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പക്ഷെ നമ്മൾ ഈ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ചട്ടി ഇളക്കാറില്ലേ, അതുപോലെ കൈ കൊണ്ട് 2 സൈഡിലും പിടിച്ചിട്ട് വട്ടത്തിൽ കറക്കി കറക്കി വേണം ഇളക്കാൻ, ഇളക്കി കൊടുക്കാൻ. അല്ലാതെ സ്പൂൺ വെച്ച് ഇളക്കിയാൽ കട്ടകളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമ്മൾ പിടിയുടെ ഉണ്ടകളിട്ടിട്ട് തിളച്ച് തുടങ്ങി. ഇങ്ങനെ ഒരു തിളച്ച് ഈ വെള്ളം കുറച്ച് പറ്റി പിടിയുണ്ടകൾ വെള്ളത്തിൻ്റെ മുകളിൽ വരും. ജസ്റ്റ് മുകളിൽ വരുന്ന സമയമാകുമ്പോൾ പാകമായി. ഒരു 10 മിനിറ്റ് ധാരാളം മതി ഉണ്ടകൾ വേവാനായിട്ട്. കാരണം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലാണല്ലോ കുഴച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പിടി സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പണിയേ അല്ല. നമ്മൾ ഉരുട്ടിയെടുക്കാനുള്ള ഒരു ക്ഷമ മാത്രം മതി. നല്ല ടേസ്റ്റുള്ള, കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഒരു തവണ കഴിച്ചാൽ പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു പലഹാരം. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അവിടെ ആൾ മാറാൻ പാടില്ല, കാരണം പെട്ടെന്ന് അടുക്കി പിടിക്കും. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല, ഒരു കരിഞ്ഞ ചുവ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതാ നമ്മുടെ പിടി കുറുകി വന്നിട്ടുണ്ട്. ഉരുളകളൊക്കെ മുകളിൽ കാണാൻ പാകത്തിനായി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്ന് കുറച്ച് കുറുകി വരും. അതുകൊണ്ട് ഈ പരുവത്തിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമ്മൾ ഓഫ് ചെയ്തു. ഇനി ഇത് ആറി കഴിയുമ്പോൾ സെറ്റായിട്ട് കിട്ടും പിടി. ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷമുള്ള അവസ്ഥയാണ്. നന്നായിട്ട് സെറ്റായിട്ട് കുറുകിയിരിക്കുന്നുണ്ടോ. ഇനി നമുക്കിത് ഓരോ സൈഡിൽ നിന്ന് റൈസ് കട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.